കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ശീർഷകം പ്രിപ്പയറിംഗ് എ പീപ്പിൾ ടു സ്റ്റാൻഡ്. നിൽക്കാൻ വേണ്ടി, കുഞ്ഞാടിനോട് കൂടെ നിൽക്കാൻ വേണ്ടി ഒരു ജനത്തെ ഒരുക്കുക. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു ചോദ്യം പിതാവെ വെളിപ്പാട്ടിൽ ദൈവം ചോദിക്കുന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയും? പിതാവെ, ആ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അടികളായിരിക്കുവാൻ, പിതാവെ ആ കൂട്ടത്തിൽ ഒരാളാകുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുവാൻ അടിയങ്ങൾ സഹിക്കുന്ന പ്രാർത്ഥിക്കും. പിതാവെ, അടിയങ്ങൾ ചോദിച്ചത് കുറവാണെങ്കിലും കൂടുതൽ നന്മകളും നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. വെളിപ്പാട് 6 ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട, ആർക്ക് നിൽക്കുവാൻ കഴിയും? ഈ ചോദ്യം ചോദിക്കുന്നത് കുഞ്ഞാടിനെ ഭയപ്പെടുന്ന ജനമാണ്, അല്ലെങ്കിൽ ദുഷ്ടന്മാരാണ്. കുഞ്ഞാടിനെ ഭയപ്പെടുമോ ആരെങ്കിലും? നമുക്കറിയാം, നമുക്ക് വന്യ മൃഗങ്ങളെ, സിംഹം, പുലി, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജനത്തിൽ പേടി വരാം. പക്ഷേ ഒരു കുഞ്ഞാടിനെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ ഇന്ന് ഓരോ മനുഷ്യർക്കും ആ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? അവർ ദൈവത്തെ സ്വീകരിച്ചോ? ഇത് എല്ലാമായിരിക്കും അന്ന് ക്രിസ്തു രണ്ടാമത് വരുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞാടിനെ എപ്രകാരം കാണുന്നു, അവനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നെല്ലാമായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെയാണോ ദൈവവുമായിട്ട് അപ്രകാരമാണ്. അപ്പോൾ ഈ ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നു? അവർ കുഞ്ഞാടിനെ ഭയക്കുന്നു. വെളിപ്പാട് പ്രവചനം 16:12 മുതൽ 14 നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചൻ്റെ വായിൽ നിന്നും തവളെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഇതൊരു അർമ്മഗദ്ദോൻ യുദ്ധമാണ്. അതിനുവേണ്ടി ജനത്തെ ഇവിടെ ഒരുക്കുന്നു. അപ്പോൾ ഈ ഒരു കൂട്ടർ ജനം നമുക്കുണ്ട്, ഒരു യുദ്ധമുണ്ട്. അതിലൊരു കൂട്ടർ ജനം എന്ത് ചെയ്യുന്നു? കുഞ്ഞാടിനെ ഭയക്കുകയാണ്. മറ്റൊരു കൂട്ടർ നേരെ വിപരീതമാണ്. അവർ ഈ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നവരാണ്. അവർ സിയോൻ മലയിൽ നിൽക്കുന്നു. അവരാണ് 1,44,000 പേർ. ഈ 1,44,000 പേർ വളരെ പ്രത്യേകത ഉള്ളവരാണ്. കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ എണ്ണമാണത്. അവർ മരണം കാണുകയില്ല. അവർ മരണം കാണാതെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവർ കുഞ്ഞാടിന് കൂടെ നിൽക്കുന്നു. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഏത് കുഞ്ഞാടിനെയാണോ ദുഷ്ടന്മാർ ഭയക്കുന്നത്, ഏത് കുഞ്ഞാടിന് കൂടെ ആർക്ക് നിൽക്കാൻ കഴിയുമെന്ന് ദുഷ്ടന്മാർ ചോദിക്കുന്ന അതേ കുഞ്ഞാടിനോടാണ് ഇവർ കൂടെ നിൽക്കുന്നത്. കാരണം ആ കുഞ്ഞാടിനോട് വളരെ അടുത്തതുമായ ഈടാനുള്ള ബന്ധം ഇവർക്കുണ്ട്. ഇവർ ക്രിസ്തുവിനെ ഒരു സുഹൃത്തായിട്ടും ഒരു രക്ഷിതമായിട്ടും അവർ തിരിച്ചറിയുന്നു. അപ്പോൾ ആർക്ക് നിൽക്കുവാൻ കഴിയും? ഹൂ ഷാൽ ബി ഏബിൾ ടു സ്റ്റാൻഡ്? അതിൻ്റെ ഉത്തരമാണ് വെളിപ്പാട് 14 നൽകുന്ന 1,44,000. അവരെക്കുറിച്ച് വായിക്കാം. വെളിപ്പാട് 14:1-5. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേർ നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു കോശം കേട്ടു. ഞാൻ കേട്ട കോശം വൈണികന്മാർ വീണ മീട്ടുന്ന പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിലും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരായാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദിഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ബോഷ്ക്ക് അവരുടെ വായിൽ ഇല്ല. കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ 2 കൂട്ടർ ജനമുണ്ടാവും. ജീവനോടിരിക്കുന്നവർ, ദുഷ്ടന്മാരും അതേപോലെ വിശുദ്ധന്മാരും. വിശുദ്ധന്മാർ ആണ് ഈ 1,44,000 പേർ. ദുഷ്ടന്മാർ ആ സമയത്ത് നശിപ്പിക്കപ്പെടും. അതുകൂടെ ജീവിച്ചിരിക്കാത്ത വിശുദ്ധന്മാരുമുണ്ട്. അവരാണ് ആദ്യം ഒത്തു നിൽക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ 1,44,000 പേർ ക്രിസ്തുവിനെ എവിടെയെല്ലാം പോയാലും അവർ ക്രിസ്തുവിനെ പിന്തുടരുമെന്നാണ് നമ്മൾ വെളിപ്പാട് 14 വായിച്ചത്. അവൻ മരിക്കുന്ന കുഞ്ഞാടായി, ലോകത്തിന് പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് പോയ സമയത്തും അവർ ക്രിസ്തുവിനെ അനുഗമിച്ചു. അവൻ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും നമ്മുടെ മഹാപുരോഹിതനെ കയറിയ സമയത്തും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ അനുഗമിച്ചു. അതുമാത്രമല്ല, നമ്മൾ വെളിപ്പാട് 14 വായിക്കുന്ന അവൻ്റെ നാമം, ദ നെയിം, അവൻ്റെ നാമം അവരുടെ നെറ്റിമേൽ എഴുതി. എന്താണ് ദൈവത്തിൻ്റെ നാമം കാണിക്കുന്നത്?
പുറപ്പാട് പുസ്തകം 32, 33, 34 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. അവൻ്റെ നാമം എന്നും പറയുന്നതും അവൻ്റെ മഹത്വം എന്ന് പറയുന്നതും അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമുക്കറിയാം, മോശ പറഞ്ഞു എനിക്ക് കാണണമെന്ന്. അപ്പോൾ യഹോവ എന്ത് ചെയ്തു? തൻ്റെ തേജസ് മുൻനിർത്തിയിട്ട് താൻ സ്നേഹവാനാണ്, താൻ അകൃത്യം ക്ഷമിക്കുന്നവനാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ആണ് പറയുന്നത്. ഞാൻ എൻ്റെ നാമത്തെ പ്രസ്താവിക്കുമെന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നാമം തന്നെയാണ് മഹത്വം, മഹത്വം തന്നെയാണ് സ്വഭാവം. അപ്പോൾ അവരുടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമം ഉണ്ടെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ സ്വഭാവമുണ്ടെന്നാണ്. അപ്പോൾ പിതാവിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ നെറ്റിയിൽ അവൻ സ്നേഹവാനാണ്, അവൻ ദീർഘക്ഷമയുള്ളത് എന്ന് എഴുതിയിരിക്കുന്നതാണോ? അല്ല. അവൻ്റെ സ്വഭാവം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? 10 കൽപ്പനയിൽ. അപ്പോൾ ആ 10 കൽപ്പന അവരുടെ ഹൃദയത്തിൽ എഴുതും. നമുക്കത് വായിക്കാൻ സാധിക്കുന്നു. യെരമ്യാ 31:33 ദൈവം ഒരു പ്രവചനം നൽകി, എൻ്റെ കൽപ്പനകളെ ഞാൻ അവരുടെ ഹൃദയത്തിന്മേൽ എഴുതും. അപ്പോൾ ഈ 1,44,000 പേർ അവരുടെ മനസ്സിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട്. പക്ഷേ കാർണൽ മൈൻഡിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതാൻ സാധിക്കുമോ? ഒരു നാളുമില്ല. അപ്പോൾ അവർക്ക് ആരുടെ മനസ്സാണ്? ഒരു പുതിയ മനസ്സാണ്, ക്രിസ്തുവിൻ്റെ മനസ്സാണ് അവർക്കുള്ളത്. ക്രിസ്തുവിൻ്റെ മനസ്സിലാണ് 10 കൽപ്പനയുള്ളത്. അവർ ക്രിസ്തുവിനോട് കൂടി ജീവിക്കുമ്പോൾ അവർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് അവർക്ക് ലഭിക്കും. നമുക്കത് തെളിയിക്കുന്ന വാക്യങ്ങളിലേക്ക് കടക്കാം. സദൃശവാക്യം 23:7 മനസ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെ ആകുന്നു, തിന്നു കുടിച്ചിടുക എന്ന് അവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. അപ്പോൾ ഒരു വ്യക്തി മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാണ് ആ വ്യക്തി. അപ്പം മനസ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എബ്രായ 10:16 ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ വാഗ്ദാനം നിറവേറുന്നത് 1,44,000 പേരാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ്റെ നെറ്റിയിലുണ്ട്, നാമം അവൻ്റെ നെറ്റിയിലുണ്ട്. നെറ്റി കാണിക്കുന്ന മനസ്സാണ്, മനസ്സിൻ്റെ തന്നെ ഹൃദയവും പറയുന്നത്. അവൻ്റെ സ്വഭാവം എന്താണ്? കൽപ്പനകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവൻ്റെ സ്വഭാവം, അവൻ്റെ നാമം, അവൻ്റെ കൽപ്പന നമ്മുടെ നെറ്റിമേൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്മേൽ എഴുതും. ഇതാകുന്നു 1,44,000 പേരുടെ സ്വഭാവം. സംഗീതം 40:8 പറയുന്നു, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കാരണം എന്താണ്? നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. വീണ്ടും വീണ്ടും ഈ 1,44,000 പേരെ കുറിച്ച്, രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. 1,44,000 പേരുടെ ഹൃദയത്തിൽ ദൈവം അവൻ്റെ കൽപ്പനകൾ എഴുതും. അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. ഫിലിപ്പിയർ 2:5 പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി എന്നാണ്. എന്താണ്? ക്രിസ്തു യേശുവിലെ ഭാവം. ക്രിസ്തുവിൻ്റെ മനസ്സിലാണ് 10 കൽപ്പന നേരത്തെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ 10 കൽപ്പന എഴുതണമെങ്കിൽ നമുക്ക് ആരുടെ മനസ്സ് വേണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. കാരണം നമ്മുടെ മൈൻഡ് കാർണൽ മൈൻഡാണ്, മൃഗസ്വഭാവമുള്ള മനസ്സാണ്. നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളെ എഴുതാൻ സാധിക്കില്ല. പക്ഷേ ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം നമുക്കൊരു പുതിയൊരു മനസ്സ് നൽകും. അത് ആരുടെ മനസ്സാണ്? ക്രിസ്തുവിൻ്റെ മനസ്സ്. നമ്മൾ ഇന്ന് ക്രിസ്തുവിനോട് ജീവിക്കുകയാണെങ്കിൽ, അവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവൻ്റെ മനസ്സ് കിട്ടും. നമുക്ക് എങ്ങനെ കിട്ടും? ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ദൈവം പറഞ്ഞ് ഉണ്ടാകും. നമ്മൾ അവനോട് സമർപ്പിക്കപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, അവനോട് നമ്മൾ താഴ്ന്നിരിക്കുകയാണെങ്കിൽ, അവനെ നമ്മൾ പരിപൂർണമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് നിൽക്കുക എന്ന് പറയാം? നമ്മൾ വീഴുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കണം, നമുക്കൊരിക്കലും സ്വന്തം ശക്തിയാൽ നിൽക്കാൻ സാധിക്കില്ല. 1 കൊരിന്ത്യർ 10:12 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമുക്ക് സ്വന്തം ശക്തിയാൽ സാധിക്കാത്തത് ക്രിസ്തുവിൻ്റെ ശക്തി നമുക്ക് സാധ്യമാകും. യൂദയുടെ ലേഖനം 24-ാം വാക്യത്തിൽ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവൻ. നമ്മളെ കളങ്കമില്ലാത്ത ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവൻ ആരാണ്? ക്രിസ്തുവാണ്. നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കും. നമുക്ക് സ്വന്തം ശക്തിയാൽ സാധിക്കില്ല. ആര് സാധിക്കും? ക്രിസ്തു നമ്മൾ സാധിക്കും. നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ, നമ്മൾ പരിപൂർണ്ണം അവനിൽ താഴ്ത്തി സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ആ മനസ്സിൽ നമുക്ക് നൽകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ തിരഞ്ഞെടുക്കണം? ക്രിസ്തുവിൽ വസിക്കുക. എന്നിൽ വസിച്ചതല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ പാപത്തിൽ തന്നെ നമ്മൾ വസിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൽ വസിക്കുന്നതിന് പകരം നമ്മൾ പാപത്തിൽ തന്നെ വസിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നീതിമാന്മാരുടെ കൂടെ, നീതിമാന്മാരുടെ സഭയിൽ നിൽക്കാൻ സാധിക്കില്ല. കാരണം
പാപം എന്തു ചെയ്യുന്നു? നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ഏതെങ്കിലും രണ്ട് കാര്യമേ സാധ്യമാകുള്ളൂ. ഒന്ന്, പാപത്താൽ നമ്മളും ദൈവമായിട്ട് അകലും. നമ്മൾ യെശയ്യാ 59:1-2 വായിച്ചത് പോലെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതുമാത്രമല്ല, ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ പാപം നമ്മൾ ദൈവത്തിൽ നിന്ന് വേർതിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ നമ്മൾ പാപത്തിൽ നിന്നും വേർപെടും. യോഹന്നാൻ 1:29 പറയുന്നു, പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ നമ്മൾ പാപമായിട്ട് വേർപെടും. കാരണം ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് പോകും. ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ വ്യക്തമാണ്, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കും, അവനിൽ വസിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കും. സംഗീതത്തിലെ 1:1-6 വീണ്ടും ഇത് നമ്മൾ ഒന്നും കൂടി പ്രസ്താവിക്കുക, ക്രിസ്തുവിലെ മനസ്സിന് നമുക്ക് ഉണ്ടാകേണ്ട പ്രാധാന്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അപ്പോൾ ദുഷ്ടന്മാർക്ക് ഒരിക്കലും നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല. കാരണം നിൽക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിക്കുക, വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നീതിമാന്മാരുടെ സഭയിൽ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ പാപം ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് ഈ നീതി? വാട്ട് യു മീൻ ബൈ റൈച്ചസ്നെസ്? അതിൻ്റെ ഏറ്റവും അടിസ്ഥാന അർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റൈച്ചസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ ശരിയായ പ്രവൃത്തി, ദ റൈറ്റ് ഡൂയിങ്. എന്താണ് ഈ റൈറ്റ് ഡൂയിങ്, ശരിയായ പ്രവൃത്തി? സങ്കീർത്തനം 119:172 പറയുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പോൾ ശരിയായ പ്രവൃത്തി, കൽപ്പനകളെ അനുസരിക്കുക, ഇതാകുന്നു നീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ നീതി, ഈ ശരിയായ പ്രവൃത്തി, ഈ റൈറ്റ് ഡൂയിങ് നമുക്ക് വരുന്നത്, നമുക്ക് കാർണൽ മൈൻഡാണ്, മൃഗപ്രായമായ മനസ്സാണ് നമുക്കുള്ളത്, ഓർക്കണം. അത് നമുക്ക് വരുന്നത് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. ആ ക്രിസ്തുവുമായിട്ട് നമ്മൾ സമയം ചെലവിടുമ്പോൾ, അവൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ, അവൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മാറും. ബൈ ബിഹോൾഡിങ് വി ബിക്കം ചേഞ്ച്. നമ്മൾ നോക്കുന്നതനുസരിച്ച് നമ്മൾ മാറും. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ നീതി പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15 ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. അപ്പോൾ ആദ്യം സ്നേഹമാണ്, പിന്നെയാണ് കൽപ്പനകൾ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 13 ഇതിന് ഉദാഹരണമാണ്. കാരണം 1 കൊരിന്ത്യർ 13 എന്താണ് പറയുന്നത്? നിങ്ങളെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും മാലാഖമാരുടെ ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും നിങ്ങൾക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും നിങ്ങൾ സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അതേപോലെ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അവനായിട്ട് ബന്ധത്തിലാകുമ്പോൾ, അതിൻ്റെ ഫലമായിട്ട് വേണം നമ്മുടെ പ്രവൃത്തി നീതിയായിരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നീതി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പുറമോടിയാണ്. നമ്മളെന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ഉറവ നമ്മൾ ശുദ്ധീകരിക്കാതെ അതിൽ നിന്ന് ഒഴുകുന്ന നദി മാത്രമാണ്. ഇതിന് ഉദാഹരണം പറയാം. ഒരു റൂമിൽ പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട്, വെള്ളം അങ്ങ് നിറയാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ വെള്ളം തുടച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ എത്രത്തോളം വെള്ളം തുടച്ചാലും അവിടെ നില ഉണങ്ങി കിട്ടുമോ? ഇല്ല, കാരണം പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട്. ആദ്യം അടയ്ക്കേണ്ടത് എന്താണ്? ആ പൈപ്പാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആ വെള്ളം തുടയ്ക്കുന്ന പോലെ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി മോഡിഫിക്കേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ നോക്കുന്നു. നമ്മൾ സ്വയം തോട് മരിക്കാതെ, നമ്മൾ പുതിയതായി ജനിക്കാതെ ചില കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. യോഹന്നാൻ 1 കൊരിന്ത്യർ 1:30-31 വായിച്ചാൽ, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടത് തന്നെ. അപ്പോൾ ഇവിടെ പറയുന്നു, ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതി, അതേപോലെ നമ്മുടെ ശുദ്ധീകരണം. അപ്പോൾ നമുക്ക് ആരുണ്ടാകണം? ക്രിസ്തു ഉണ്ടാകണം. ആരോടുള്ള സ്നേഹം ഉണ്ടാകണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് റൈറ്റ് ഡൂയിങ്, നല്ല പ്രവൃത്തികൾ, കൽപ്പന പ്രവൃത്തിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിൽക്കാൻ കഴിയുന്നതും ന്യായവിധിയുടെ സമയവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ത്രിവിധ ദൂതിലെ 1-ാമത്തെ ദൂത് പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പേൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, വരാൻ പോകുന്നു എന്നല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല കൊടുത്തേക്കുന്ന, വന്നിരിക്കുന്നു എന്നാണ്. വെളിപ്പാട് 14:6 വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കും ഞാൻ കണ്ടു, ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പേൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുണ്ടാക്കിയവനെ നമസ്കരിപ്പിക്കുന്ന അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അവസാനമായി ചിന്തിക്കുന്നു, ഇന്ന് എപ്പോഴാണ് ഈ ന്യായവിധി ആരംഭിക്കുന്നത്? എപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപ്പാടിൽ നമുക്ക് വ്യക്തമാക്കുന്നു, അവൻ വരുന്നത് ഓരോരുത്തർക്കുള്ള പ്രതിഫലമാണ്. നമുക്ക് പ്രതിഫലം വേണമെങ്കിൽ, റിസൾട്ട് വേണമെങ്കിൽ, റിവാർഡ് വേണമെങ്കിൽ അതിനു മുമ്പ് പരിശോധന നടന്നു തരണം. ഒരു പബ്ലിക് പരീക്ഷയുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് അതിന് ഇവാലുവേറ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമുക്കായിട്ടുള്ള സമ്മാനങ്ങളായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശോധന അതിന് മുൻപേ കഴിയണം. ഇനി ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്, ആ വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപും വരവിന് ശേഷവുമായിട്ടാണ് ഈ ന്യായവിധി നടക്കുന്നത്. ഇതിന് 2 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത് നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിന് മുൻപുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ പരിശോധനയെ കുറിച്ച് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന വാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന് 1 മുതൽ 3 വരെ വായിക്കാൽ, ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആ സ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീഴാതെ വണ്ണം, പാപത്തിൽ നിന്നും രക്ഷിക്കുക വണ്ണം ഇരിക്കുക എന്നുള്ളതാണ്, നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വർഗരാജ്യത്തെ നമ്മളെ യോഗ്യരായി തീർക്കുക. അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്യാണ്? ഒരുക്കം അവൻ വരുന്നതിന് മുൻപേ അവൻ തുടങ്ങുന്നു. ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഒരുക്കം ക്രിസ്തു വരുന്നതിന് മുമ്പേ തുടങ്ങും. അപ്പോൾ ന്യായവിധി എന്ത് ചെയ്യണം? തുടങ്ങണം. വെളിപ്പാട് പുസ്തകം 22:11-12 നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മുടെ പ്രവൃത്തികൾ ന്യായം വിധിക്കപ്പെട്ടു, നമ്മുടെ പ്രതിഫലവും ദൈവം തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പരിശോധന ഈ സമയം കൊണ്ട് നടന്നു കഴിയണം. 1 പത്രോസ് 4:17 പറയുന്നു, ജഡ്ജ്മെന്റ് ബിഗൻ അറ്റ് ദി ഹൗസ് ഓഫ് ദി ഗോഡ്. ന്യായവിധി ദൈവഗൃഹത്തിൽ, യഹോവയുടെ ഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അപ്പോൾ ന്യായവിധി ആരംഭിക്കുന്നത് എവിടെയാണ്? യഹോവയുടെ ആലയത്തിലാണ്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം, ദൈവം ആദ്യം ന്യായം വിധിക്കാൻ പോകുന്നത് നിരീശ്വരവാദികളെയല്ല, ദൈവമില്ല എന്ന് പറഞ്ഞോ നടക്കുന്നവരെയല്ല, പക്ഷെ ദൈവം ആദ്യം ന്യായം വിധിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ നാമം എടുത്തോളം നടക്കുന്ന ഓരോ വ്യക്തികളെയുമാണ് ദൈവം ആദ്യം ന്യായം വിധിക്കാൻ പോകുന്നത്. ഈ ന്യായവിധി ക്രമത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം 15 മുതൽ 17 വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ, ഇവിടെ ആദ്യം ന്യായവിധിയും ആദ്യം പ്രതിഫലവും കിട്ടുന്നത് മരിച്ചവർക്കാണ്. അപ്പോൾ 2 ന്യായവിധിയിൽ 2 കഷ്ടമുണ്ട്. ഒന്ന് മരിച്ചവരുടെ ന്യായവിധിയും ഒന്ന് ജീവിച്ചിരിക്കുന്ന ന്യായവിധി. ആദ്യം ആരംഭിക്കുന്നത് മരിച്ചവരുടെ ന്യായവിധിയാണ്. അതേപോലെ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആദ്യം മാറ്റപ്പെടുന്നത്, രൂപാന്തരപ്പെടുന്നത് ആരാണ്? മരിച്ചവരാണ്. കാരണം എന്താണ്? അവരെയാണ് ദൈവം ആദ്യം ന്യായം വിധിച്ചതെന്ന് പറയും. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരും, ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കും, ദുഷ്ടന്മാരെല്ലാവരും മരിച്ചു വീഴും, എന്നിട്ട് എന്ത് ചെയ്യും? വിശുദ്ധന്മാർ ഉയർത്തുന്നേൽക്കും, അതേപോലെ അതൊക്കെ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും, എന്നിട്ട് അവ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ആ സമയം ഭൂമി എന്താണ്? സൃഷ്ടിപ്പിൻ്റെ മുൻപുള്ള സമയം പോലെ നിർജ്ജനവും ഒരു ആൾവാസവുമില്ലാതെ അവിടെ പിശാചും ദൂതന്മാരും മാത്രം. വെളിപ്പാട് 20 പറയുന്നു, അവന് ചങ്ങല ഇട്ടതുപോലെ. അവൻ്റെ ചങ്ങല അക്ഷരാർത്ഥത്തിൽ അവനെ ബന്ധിക്കുന്ന ഒരു ചങ്ങലയൊന്നുമില്ല, പക്ഷേ പിശാചിന് ആരെയും പരീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ചങ്ങലയിൽ ബന്ധിതനായ ഒരു അവസ്ഥയിലാണ് പിശാച് 1000 ആണ്ട്.
ഈ 1000 ആണ്ട് സമയം ക്രിസ്തു വന്നതിന് ശേഷം സ്വർഗത്തിൽ ചില കാര്യങ്ങൾ നടക്കും. നേരത്തെ പറഞ്ഞ പോലെ വെളിപ്പാട് 20-ന്റെ 1, 2, 5 വാക്യം വായിക്കുമ്പോൾ ഭൂമി നിർജ്ജനവും അതേപോലെ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും 1000 വർഷം. വെളിപ്പാട് 20-ന്റെ 4-ഉം 6-ഉം അതേപോലെ 1 Corinthians 6-ന്റെ 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഈ സമയം ന്യായവിധി ആർക്ക് കൊടുക്കും? വിശുദ്ധന്മാർക്ക് കൊടുക്കും. വിശുദ്ധന്മാർ ന്യായം വിധിക്കും. ഈ 1000 ആണ്ട് വാസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? വെളിപ്പാട് 20-ന്റെ 7 മുതൽ വെളിപ്പാട് 20-ന്റെ 7 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 1000 ആണ്ട് വാസത്തിന് ശേഷമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മരിച്ച ദുഷ്ടന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പിൽ അവർക്ക് മരണത്തിന് മുമ്പ് എന്ത് ശരീരമാണെന്നോ ഉണ്ടായിരുന്നത്, അതേ ശരീരം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അതിനുശേഷം അവർ ന്യായം വിധിക്കുന്നു. ദൈവ ശിക്ഷാവിധി നടക്കുന്നു. എക്സിക്യൂഷൻ ജഡ്ജ്മെൻറ്റ്, ശിക്ഷാവിധി നടപ്പിലാക്കുന്നു. അതിനുശേഷം വെളിപ്പാട് 21-ഉം 22-ഉം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. ഇപ്രകാരമാണ് ന്യായവിധിയെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 1844 അത് വേറൊരു പഠനമാണ്. ന്യായവിധി ആരംഭിച്ചു. അത് യഹോവയുടെ ഗ്രഹത്തെ അനുഭവിപ്പാൻ സമയമായില്ല. അപ്പോൾ ദൈവജനത്തിലാണ് ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് നടക്കുന്നവർക്കാണ് ന്യായവിധി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിന് മരിച്ചവരുടെ ന്യായവിധിയുണ്ട്, ജീവിച്ചിരിക്കുന്ന ന്യായവിധിയുണ്ട്. മരിച്ചവരുടെ ന്യായവിധി ആദ്യം കഴിയുന്നതുകൊണ്ട് മരിച്ചവർക്ക് ആദ്യം പ്രതിഫലമാണ്, അതിനുശേഷം രണ്ടാമതാണ് വിശുദ്ധന്മാർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അതേപോലെ ഈ ജഡ്ജ്മെൻറ്റിന് വീണ്ടും നമുക്ക് 2 ഘട്ടം ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ, പരിശോധന, പിന്നെ എക്സിക്യൂഷൻ, അതിനുള്ള ദാനം അല്ലെങ്കിൽ അതിന് പ്രതിഫലം നൽകുക. ക്രിസ്തു വരുന്നതിന് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നടക്കുന്നത്, പരിശോധന ആയിരിക്കും നടക്കുന്നത്. ക്രിസ്തു വന്നതിന് ശേഷം എക്സിക്യൂഷനാണ്. പക്ഷേ സ്വർഗത്തിൽ പിന്നെ പോയി വെളിപ്പാട് 20-4 അനുസരിച്ചും 6 അനുസരിച്ചും 1 Corinthians 6-ന്റെ 2, 3 വാക്യങ്ങൾ അനുസരിച്ചും, ആ വാക്യമൊന്നും വായിക്കുന്നില്ല, വിശുദ്ധന്മാർ ന്യായം വിധിക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ദൈവം എല്ലാം ഒരു കണക്ക് പുസ്തകത്തിലുണ്ടാകും. അത് എപ്രകാരമുള്ള പുസ്തകമാണ്, അത് പേജുള്ള അതൊന്നും എനിക്കറിയത്തില്ല. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് അത് ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രേഖ ഉണ്ടാവും എല്ലാത്തിനും. പക്ഷേ ഇവിടെ എന്താണ്? വിശുദ്ധന്മാർ ദൈവം ന്യായം വിധിച്ചത് ശരിയാണെന്ന് അവർ ശരിവയ്ക്കും എന്നാണ് പറയുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ച ചില ആൾക്കാർ സ്വർഗത്തിൽ കാണത്തില്ല. ആ വ്യക്തി നല്ലോണം പ്രസംഗിച്ച്, ആ പാസ്റ്റർ നല്ല പാസ്റ്ററായിരുന്നു, അയ്യോ ആ സഹോദരൻ നല്ല സഹോദരനായിരുന്നു, ആ സഹോദരി നല്ല സഹോദരിയായിരുന്നു, എന്തുകൊണ്ട് സഹോദരൻ, അങ്ങനത്തെ പല ഡൗട്ടുകൾ നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്വർഗത്തിൽ കാണാത്ത എല്ലാവരും അവർ എന്തുകൊണ്ട് സ്വർഗത്തിലില്ല എന്ന് അവർ പരിശോധിക്കും. അവർ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ദൈവം ശരിയായിട്ടും ന്യായത്തോടും കൂടിയാണ് ന്യായം വിധിച്ചത്. കാരണം ഇവിടെ ദൈവവും ജസ്റ്റാവുകയാണ്, ദൈവവും ന്യായം വിധിക്കപ്പെടുകയാണ്. നമ്മൾ സങ്കീർത്തനം വായിച്ചാൽ നീ വിധിക്കുമ്പോൾ നീ നിർമ്മലനായിരിക്കേണ്ടതിന് ഈസോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണം. ആര് നിർമ്മലനായിരിക്കുമ്പോൾ? ദൈവം നമ്മളെ വിധിക്കുമ്പോൾ, ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ ദൈവവും നിർമ്മലനായിരിക്കണം. കാരണം വൻ പോരാട്ടത്തിൽ പിശാച് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം കൃത്യമാണ്. ദൈവം അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാം കൊടുത്തു, ക്ഷമ കൊടുത്തു. അവർ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തി കാണിക്കുന്ന അവർ പാപത്തെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തില്ല. ക്രിസ്തുവിനെ തിരസ്കരിച്ചതുകൊണ്ട് ജീവനെ തിരസ്കരിച്ചു. ദൈവത്തിൻ്റെ വെളിയിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ മരണത്തെ ആഗ്രഹിച്ചു. ദൈവം അവരെ ജീവിതം നിയന്ത്രിക്കാൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ ആഗ്രഹപ്രകാരം അവരെ മരണത്തിലേക്ക് വിട്ടു. അവരെ ദുഷ്ടന്മാരെ മരണത്തിലേക്ക് നയിക്കുന്നത് പോലും ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, അത് അവൻ്റെ നീതിയാണ്. അപ്പോൾ ഇതാകുന്നു ന്യായവിധിയെ നമുക്കൊന്ന് സംഗ്രഹിച്ച് നോക്കുമ്പോൾ. നമുക്കൊന്ന് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ന്യായവിധിയിൽ 1,44,000 പേരിൽ പെടാൻ ക്രിസ്തു നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു വരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1,44,000 ഭാഗമാണ് അതിലാകാൻ. അങ്ങനെ ആകണമെങ്കിൽ ക്രിസ്തു എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നമ്മൾ അനുഗമിക്കണം. അവൻ കുഞ്ഞാടാകുമ്പോൾ അനുഗമിക്കണം, അവൻ ഇപ്പോൾ മഹാപുരോഹിതനായ സമയത്ത് നമ്മൾ അനുഗമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥലത്തിൽ വസിക്കുന്ന പിതാവേ, 1,44,000 പേരിൽ പെടാൻ പിതാവെ നിന്നെ അനുഗമിക്കുവാൻ, കുഞ്ഞാടായിട്ടും മഹാപുരോഹിതനായിട്ടും നീ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പോകാൻ നമ്മൾ സഹായിക്കണമെന്ന് പിതാവ് നിന്നെ സ്വീകരിക്കാനും നിന്നെ സ്നേഹിക്കുവാനും അതിന് പ്രകാരം അതിൻ്റെ ഫലമായിട്ട് അതിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അതേ മനസ്സും നിന്റെ കൽപ്പനകൾ നിവർത്തിക്കപ്പെടാനും കൃപ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശുനാമത്തിൽ